എന്താണ് സ്പിരിച്വൽ ഹാലുസിനേഷൻ? ശബ്ദം അതെ, ഒരു ഹാലൂസിനേഷൻ. അതെ. ശബ്ദത്തിലൂടെ നമുക്ക് ഹാലൂസിനേഷൻ കിട്ടും. 2 കാഴ്ചയിലൂടെ നമുക്ക് ഹാലൂസിനേഷൻ കിട്ടും. കൂടുതലും ഒരു മിസ്റ്റീരിക് ആയിട്ടുള്ള ശബ്ദങ്ങളായിരിക്കും ഇവർ കൂടുതലും കേൾക്കുന്നത്. ഇതും ഹാലൂസിനേഷൻ ഭാഗം. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവർ അവസാനം ഡിപ്രസ്ഡ് ആവും. ഈ 2 ടൈപ്പ് ആളുകളും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഫോഴ്സുകളുടെ പിടിയിൽ പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഈ നെഗറ്റീവ് സോളുകൾ ഒരു യക്ഷിയും ഭൂതം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഉപദ്രവിക്കുക ഒന്നുമല്ല. അവർക്ക് ഏറ്റവും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവരെ പിക്ക് ചെയ്യും. കൃത്യസമയത്ത് അവർ ഇടവേളകളിൽ വന്ന് ആ ഊർജ്ജം സ്വീകരിച്ചിട്ട് അവർ പോകും. ആ സമയത്ത് ഇവർ ഒന്നുകിൽ ഇവർ എനർജി ഡൗൺ ആയി പോകും. ഒരു ബ്ലാക്ക് രൂപം കടന്നു വരും. വന്നതിന് ശേഷം കൈകൾ രണ്ടും ലോക്കാവും, കാല് രണ്ടും ലോക്കാവും. ലോക്കായതിനു ശേഷം പിന്നെ ഒരു 1-2 മണിക്കൂറത്തേക്ക് അനങ്ങാൻ പറ്റില്ല. സെക്ഷൽ അബ്യൂസാണ്. റോജി, നമ്മൾ ഒരുപാട് സ്പിരിച്വൽ സബ്ജക്റ്റുകൾ സംസാരിച്ചിട്ടുണ്ട്, പല വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്, പല നമ്മുടെ എന്താ പറയുക ദൈവജ്ഞന്മാരുമായിട്ടും ജ്യോതിഷന്മാരുമായിട്ടും തത്വചിന്തകരുമായിട്ടും പാരാസൈക്കോളജിസ്റ്റുമായിട്ടും നമ്മൾ നിരന്തരം ഡേ ടു ഡേ ലൈഫിൽ സമ്പാദിക്കുന്നവരാണ് ഞാനും റോജിയൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ കുറേ അറിവ് നമ്മൾക്കുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിച്ചതിൽ നിന്ന് കുറച്ച് അറിവുകളുണ്ടാകും. എന്നാലും സമൂഹത്തിലെ ജനങ്ങൾക്കൊരു പരിധിയിലേറെ പല രീതിയിലുള്ള അറിവുകൾ കിട്ടുന്ന പല ഡാർക്കൻ ഏരിയാസ് ഉണ്ട്. അതിൽ ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് അല്ലേ? ഇന്ന് അറിഞ്ഞു അറിയാതെ ആൾക്കാരെ പല തലങ്ങളിലേക്ക് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. അത് നിങ്ങൾ അവിടെ നോക്കൂ, അവിടെ ചിന്തിക്കൂ, അത് കാണാം, ഇത് കാണാം. സോ ഇതൊരു ഹാലൂസിനേഷൻ്റെ ഒരു എന്താ പറയുക യോഗിക് ഡിഫറൻസിയേഷൻ ആണോ, അതോ ആക്ച്വൽ ഹാലൂസിനേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് സ്പിരിച്വൽ ഹാലൂസിനേഷൻ ഒന്ന് പറയാമോ? അതെ, ഈ സ്പിരിച്വൽ ഹാലൂസിനേഷൻ ഒരു പക്ഷേ ഇപ്പോൾ ചേട്ടനിലോട്ട് വരുന്ന ആളുകളും നമ്മളിലോട്ട് വരുന്ന ആളുകളും പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹാലൂസിനേഷൻ സ്റ്റേറ്റിലാണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ ഇവരോട് പറഞ്ഞ ഇവരത് വിശ്വസിക്കില്ല. കാരണം നമ്മൾ പറഞ്ഞത് അത് ഒരു പക്ഷെ നമ്മുടെ അറിവില്ലായ്മയായിട്ട് ഇവരങ്ങ് വിലയിരുത്തി കളയും. നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം ഹാലൂസിനേഷൻ കിട്ടി അവസാനം ഇവർ പോകുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. വീട്ടുകാർ പറഞ്ഞ കേൾക്കില്ല, ഭർത്താവ് പറഞ്ഞ കേൾക്കില്ല, മക്കള് പറഞ്ഞ കേൾക്കില്ല. കുറച്ചുകൂടി കൂടുതൽ സ്ത്രീകൾക്കാ. കാരണം ഇവര് ഒരു ജപത്തിലൂടെ ഇങ്ങനെ ഇരുന്ന് ഇവരിങ്ങനെ വേറെ സ്റ്റേറ്റിലോട്ട് അങ്ങ് പോയി കളയും. പിന്നെ ഇവര് മറ്റുള്ളവർ പറഞ്ഞ് അംഗീകരിക്കില്ല. ഇവർക്ക് എന്താ ശരിക്കും സംഭവിക്കണമെന്ന് അറിയാൻ കേട്ടെ, എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് പ്രതീക്ഷകളാണ്. സ്പിരിച്വാലിറ്റിയിൽ അതിൻ്റെ അതീന്ദ്രിയമായ കാര്യങ്ങളിൽ, അതിൻ്റെ അത്ഭുതങ്ങളിൽ, അതിലോട്ടുണ്ടാവുന്ന അത് എന്നിൽ സംഭവിക്കും. കാരണം ഒരുപാട് സ്പിരിച്വൽ അനുഭവങ്ങൾ നമ്മൾ ഒത്തിരി പേരിൽ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് പല ബുക്കുകളും പല ഗുരുക്കന്മാരുടെ അനുഭവങ്ങളെല്ലാം വെച്ച് കേൾക്കുമ്പോൾ അപ്പോൾ ഇവരുടെ വിചാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിത്യം ഒരു ജപം ചെയ്യുകയോ അല്ലെങ്കിൽ നിത്യം യോഗ ചെയ്യുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്താൽ അതേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തിലോട്ടാണ് ഇവര്. എനിക്ക് തോന്നുന്നു അതായിരിക്കണം. വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ എൻ്റെ സമാധാനത്തിനും എൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി മാത്രമേ ചെയ്ത. ബാക്കിയുള്ള ആളുകൾ മുഴുവനും ഈ അതീന്ദ്രിയമായ കാര്യങ്ങൾ ആഗ്രഹിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളാണ്. ഇവർക്ക് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇവർ ഇതിലോട്ടോട്ട് എത്തൂല്ല താനും. ഇവര് ഹാലൂസിനേഷൻ കയറി ഇവർ പലതും കാണും. ഇപ്പൊ ഹാലൂസിനേഷൻ ആണെന്ന് ചേട്ടൻ അറിയാലോ. ഒന്ന് ശബ്ദം, ഒരു ഹാലൂസിനേഷൻ. ശബ്ദത്തിലൂടെ നമുക്ക് ഹാലൂസിനേഷൻ കിട്ടും. 2 കാഴ്ചയിലൂടെ നമുക്ക് ഹാലൂസിനേഷൻ കിട്ടും. 2 സ്പർശത്തിലൂടെ നമുക്ക് ഹാലൂസിനേഷൻ കിട്ടും. അങ്ങനെയെങ്കിൽ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ഭഗവാൻ എന്നെ ടച്ച് ചെയ്തു, എന്നെ വാരിപ്പുണർന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം അതെന്താ അവിടെ സംഭവിക്കുന്നതെന്ന്. എന്നാൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ അത്രയും എന്നാലേക്ക് ഈശ്വരൻ്റെ ചൈതന്യം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാനും ആ ചൈതന്യത്തെ നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്ന മാനസികാവസ്ഥയിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ എത്ര വർഷം കഴിയണം? വലിയൊരു എനർജിയാണ് അത് ഏത് അളവിലാണ് അതിൻ്റെ റേഡിയേഷൻ പോലും നമുക്ക് പറയാൻ പറ്റില്ല ആ വരുന്ന എനർജി. അപ്പോൾ ഈശ്വരനെ കാണുക എന്ന് പറയുന്നത് എല്ലാവരും സംബന്ധിച്ചിട്ട് വലിയ കാര്യമാണ്. പക്ഷെ ആ വന്ന് നിൽക്കുന്ന ചൈതന്യത്തെ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ ബോഡിയും നമ്മുടെ കണ്ണുകളും സജ്ജമാവണ്ടേ? അതിന് നീണ്ട വർഷത്തെ പ്രാക്ടീസുകളും നീണ്ട വർഷത്തെ മെഡിറ്റേഷനും സാധനയും ഈശ്വരനോടുള്ള എന്താ പറയുക അറ്റാച്ച്മെന്റ് എല്ലാം വേണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ കുറച്ച് നാൾ ചിലപ്പോൾ 1, 2, 3 വർഷത്തിനുള്ളിലായിരിക്കും ഇവർ പറഞ്ഞ അനുഭവം. പല ആളുകൾക്കും അത്ര പോലും പോവില്ല. വളരെ പെട്ടെന്നായിരിക്കും ഈ സാധനം വരുന്നത്. അപ്പോൾ ഈശ്വരൻ കൃഷ്ണൻ മുന്നിൽ വന്ന് നിന്നു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് എൻ്റെ അടുത്ത് അത് പറഞ്ഞു. വീട്ടുകാരോട് പറയുമ്പോൾ വീട്ടുകാർ ആദ്യം പറയുന്നത് പ്രാന്താന്ന്. അമ്മ അത് തോന്നലാണ് പ്രശ്നം. പക്ഷെ ഇവർ വിശ്വസിക്കില്ല. ഇവർ വിശ്വസിക്കാതെ നമ്മൾ ഇവർ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ചെയ്യുന്നത് ചേട്ടാ? ഇവർ പോയിട്ട് ഏതെങ്കിലും ജ്യോതിഷന്മാരുടെ അടുത്തോ മറ്റുള്ള ഏതെങ്കിലും ആളുകളുടെ അടുത്ത് പോകും. നമ്മൾ 100 ജ്യോതിഷന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പേരായിരിക്കും സത്യസന്ധരായിരിക്കുന്നത്? ബാക്കി ചിലപ്പോൾ ഒരു 10-20 പേര് വളരെ ഫ്രോഡ് ആളുകളായിരിക്കും. അവർക്ക് എവിടെയെങ്കിലും ചെറിയൊരു ജ്യോതിഷം കോഴ്സ് പഠിച്ചിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇവരുടെ അടുത്തോട്ട് പോകുമ്പോൾ എന്താ വിചാരിക്കുക? കസ്റ്റമറാണ്, കസ്റ്റമർ കളയില്ല. കസ്റ്റമർക്ക് വേണ്ട സാധനം ഒരു പോസിറ്റിവിറ്റി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ
പിന്നെ വേറൊരാളും ബാക്കിയുള്ള എല്ലാവരും ഇല്ലാന്ന് പറഞ്ഞു, ഇദ്ദേഹം മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ അനുഭവങ്ങൾ ശരിയാണ്, അപ്പൊ ഈശ്വരൻ ഞാനുമായിട്ട് നല്ല ബന്ധമാണ് എല്ലാം എന്ന് പറയും. അവസാനം ഇയാൾ ശരിയാണെന്ന് പറയും. അപ്പൊ ഇയാൾ ഓരോന്ന് പറയും, ഇനി ഒരു പൂജ ചെയ്യാം, ഇനി ഒരു ദക്ഷിണ വെക്കും എന്നൊക്കെ പറഞ്ഞാൽ ഈ അമ്മ പാവപ്പെട്ടവരാണല്ലോ, കുറച്ചും ഏജ്ഡായ ആളുകൾക്കാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം. അവരെങ്ങ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൈസ വാങ്ങിക്കും മക്കളായിട്ട്. അപ്പൊ ഇവർ കൃത്യമായി പറഞ്ഞു കൊടുക്കും, ഇത് വേറെ ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് കൃത്യം. അപ്പൊ ഇവരുടെ വിചാരം ഇന്ന് ആലോചിക്കുക, ഇനി ശബ്ദത്തിലൂടെ പലപ്പോഴും പല ആളുകളും ഇപ്പം എന്നിലോട്ട് ഒരുപാട് കൺസൾട്ടേഷൻ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശബ്ദം കേൾക്കാം ഇവരെല്ലാവരും ഇരുന്നു. അതായത് ചിലപ്പോൾ പുല്ലാങ്കുഴലിൻ്റെ ശബ്ദമായിരിക്കാം, ചിലപ്പോൾ ഓംകാരം നാദമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലും ഒരു മിസ്റ്റീരിക്കായിട്ടുള്ള ശബ്ദങ്ങളായിരിക്കും ഇവർ കൂടുതലും കേൾക്കുന്നത്. ഇതും ഹാലൂസിനേഷൻ ഭാഗം. ഇത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഹാലൂസിനേഷൻ അടിച്ചു, കിട്ടിത്തുടങ്ങി. ഇപ്പോൾ ചേട്ടാ നമുക്ക് ഈ ഹാലൂസിനേഷൻ കിട്ടാൻ വേണ്ടി മെഡിറ്റേഷൻ സ്റ്റേജിലോട്ട് കൊണ്ട് ഒരു ആവശ്യമില്ല. നമുക്ക് ഹിപ്നോസിസ് ഉപയോഗിച്ചോ, നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചോ നമുക്ക് ഒരു വ്യക്തിക്ക് ഹാലൂസിനേഷൻ കൊടുക്കാം. ഇതിലും കൂടുതൽ ദൈവങ്ങളെ നമുക്ക് വേണ്ടി മുന്നിൽ കൊണ്ട് നിർത്താം. ശിവനെ കൊണ്ട് നിർത്തണോ, ഗണപതിനെ കൊണ്ട് നിർത്തണോ, ദേവിനെ കൊണ്ട് നിർത്തണോ, നമുക്ക് ആരെ വേണമെങ്കിലും ജീസസ് ക്രൈസ്റ്റിനെ കൊണ്ട് നിർത്തണോ. അപ്പോൾ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹാലൂസിനേഷൻ ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഹാലൂസിനേഷൻ ശരിക്കും റിയൽ കിട്ടിയ ആളുകൾക്ക് അവരുടെ വിചാരം ഹാലൂസിനേഷൻ ആണെന്ന്, അല്ലാതെ കിട്ടിയ ആളുകളുടെ വിചാരം ഇത് റിയലോ ആണെന്നുള്ളൊരു കോൺഫ്ലിക്റ്റിലായിരിക്കും നിൽക്കുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവർ അവസാനം ഡിപ്രസ്ഡാവും. ഇവര് ഒരു ഹാലൂസിനേഷൻ ഒരിക്കൽ കിട്ടിയ ചേട്ടാ എന്ത് സംഭവിക്കുന്ന പറയുമ്പോൾ പിന്നെയും ഈ സാധനം ആഗ്രഹിക്കും ഇവര്, ഉറപ്പാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞ് ഇവരുടെ കൂടുതൽ സമയം ഹാലൂസിനേഷൻ ആണെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവർ രക്ഷപ്പെട്ടു. ഇല്ലാത്ത പക്ഷം ഒരു വട്ടം കിട്ടി. ചിലപ്പോൾ ഇവർ മെഡിറ്റേഷൻ സ്റ്റേറ്റിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിലോട്ട് പോകും. കാരണം നമ്മളൊരു 6 മാസം വരെ നമ്മുടെ സ്ലീപ്പിംഗ് സർക്കിൾ ഒന്നും കറക്റ്റ് അല്ല. അപ്പൊ നമ്മൾ കൂടുതൽ അളവിൽ ബ്രീത്ത് ചെയ്യുമ്പോഴും നമ്മൾ കൂടുതൽ ജപം ചെയ്യുമ്പോഴും നമുക്ക് നല്ല ഉറക്ക ക്ഷീണമായിരിക്കും. ഇതൊരു 6 മാസം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉറക്കത്തിന് ക്ഷീണം ശരീരത്തിന് പൂർണ്ണമായി വിട്ടുപോകുള്ളൂ. ഈ സമയങ്ങളിൽ മുഴുവനും എന്താ പറയുക, ഒരു സ്വപ്നം കാണുന്ന സ്റ്റേജിലോട്ടേക്ക് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ കണ്ണു തുറന്നിരുന്നും ഉറങ്ങിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒരു വട്ടം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വട്ടം ഇവര് ഇതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കും. അപ്പൊ ഹാലൂസിനേഷൻ നേരത്തെ കിട്ടുന്നതിനേക്കാളും കൂടിയ അളവിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവരങ്ങ് അതിനകത്തങ്ങ് അനുഭൂതി കൊള്ളും. സ്വപ്നമാണോ റിയാലിറ്റി ആണോ അവര് നോക്കുമ്പോ എന്താ, യോഗാനന്ദന്റെ ബുക്കിലുണ്ട്, ഗുരുക്കന്മാരുടെ ബുക്കിലുണ്ട്, പല വീഡിയോസിലും ഈ സാധനം ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവര് സ്പിരിച്വലോട്ട് ഉയർന്നു. ശരിക്കും ഇതല്ലല്ലോ സംഭവിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനു ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല രീതിയിലുള്ള ഇന്റൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൃത്യമായ കാരണം അതിനുണ്ടാവും. വെറുതെ ഭഗവാൻ വന്ന് കെട്ടിപ്പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഭഗവാൻ ഏതൊരു എനർജി ആണെങ്കിലും വരുന്നതിന് ഒരു പർപ്പസ് കാണും. കൃത്യമായ ആശയം അല്ലെങ്കിൽ കൃത്യമായ ആ നിമിഷം മുതൽ നമ്മൾ പുതിയ ഉദ്യമത്തിലോട്ട് പോകും. ശരിയല്ലേ? നമ്മൾ പുതിയൊരു മേഖലയിലോട്ടേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ എല്ലാ ഗുരുക്കന്മാരും കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നത്. അതല്ലാതെ അതൊരു അനുഭൂതിയായിട്ട് ഇരിക്കാന്ന് പറയുന്നത് അനുഭൂതി എനിക്ക് തോന്നുന്നില്ല, അത് റിയാലിറ്റി ആണെന്ന്. റോജി പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് ഇതിനെ എപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോഴാണ് കാര്യം. മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗപ്രദമാകും. കാരണം ഈ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഉറക്കം കിട്ടാതെ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. 2, ഇത് ട്രാൻസിലേക്ക് പോകുന്ന സമയമാണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന എനർജി ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ വേണം. ഇപ്പോൾ റോജി പറഞ്ഞതുപോലെ റോജി ഇന്നലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതായത് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന അത്യാവശ്യം നിലനിൽക്കുന്ന ലീഡിൽ നിൽക്കുന്ന ഒരു നായകൻ, പേര് ഞാൻ പറയുന്നില്ല, കാര്യം പുള്ളിയുടെ ഞാൻ പേര് പറഞ്ഞിട്ടില്ല. പുള്ളി എന്നെ വിളിച്ചു. ഏകദേശം 1 മണിക്കൂറിന് മേളിൽ, ചിലപ്പോൾ ഈ വീഡിയോ പുള്ളിയും കാണുമായിരിക്കും, 1 മണിക്കൂറിന് മേളിൽ പുള്ളി എന്നോട് സംസാരിച്ചു. പുള്ളി ഈശ്വരനെ എന്നും കാണുന്നുണ്ട്, ഓരോ ദൈവങ്ങളുടെയും പേര് പറയുന്നുണ്ട്, കൃഷ്ണൻ, അതുപോലെ തന്നെ തിരുപ്പതി ഭഗവാൻ. സ്വാഭാവികമായിട്ടും പുള്ളി വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു പ്രയത്നം ഇട്ടത് കൊണ്ട് ആ എനർജി കണക്റ്റ് ആയതാണ്. നമുക്കെല്ലാവർക്കും അറിയാം പിതൃലോകം കഴിഞ്ഞ് മാത്രമാണ് ദൈവലോകം ഉള്ളത്. അല്ലെങ്കിലും നമ്മൾ ശരിക്കും ഈ പറയുന്ന 7 തലങ്ങളിലേക്ക് പോകുന്ന സമയങ്ങളിൽ നമ്മുടെ എനർജി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ റോജി പറഞ്ഞ ആ എനർജി നമ്മളിലേക്ക് കണക്റ്റഡ് ആവുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റില്ല. ഇതെല്ലാം എന്താ പറയുക, ഈ ഹാലൂസിനേഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് വേണ്ടത്, അല്ലേ? പിന്നെ ഇതിൽ ഒരുപാട് പേര് മീഡിയേറ്റർ ആയിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഹാലൂസിനേഷൻ ചെയ്ത് ഇന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നതിന് പകരം വേറെ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഹാലൂസിനേഷൻ എന്ന ടേമിന് പകരം അവരൊരു പേരിടും. അതിനൊരു ബെസ്റ്റ് സംഭവമാണ് ഈ ശിവയോഗം എന്നുള്ള കൺസെപ്റ്റിൽ ഒരുപാട് പേര് പോകുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി പരമഗുരുവാണ് മഹാദേവൻ. മഹാദേവന് നമ്മൾ ഈ പറയുന്ന ഈ പുല്ലാങ്കുഴലും ഈ സംഭവങ്ങളും കേൾക്കണമെന്നുണ്ടെങ്കിൽ
മിനിമം 10 സൗണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാലേ അവർ നമുക്ക് ശരിവെക്കുള്ളൂ. അതെ, ശരിയാണ്. 9 കേട്ടാലും ശരിവെക്കില്ല. വീണ്ടും നമ്മൾ 10ലേക്ക് എത്തണം. എത്തിക്കഴിഞ്ഞാൽ മാത്രം പോരാ, അത് കുറച്ച് കൺസിസ്റ്റൻസിയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ മഹാഗുരു നമ്മളോട് പറയും, നിങ്ങൾ ആ തലത്തിലെത്തിയെന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരു പുച്ഛഭാവത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു ദേഷ്യഭാവത്തോടു കൂടിയോ പറയുള്ളൂ. ആരും സോഫ്റ്റ് ആയിട്ട് പറയില്ല, നീ ആ തലത്തിലെത്തി ആരും പറയുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു തലം നമ്മളിലേക്ക് എത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ഷോർട്ട് ഡേയ്സ് കൊണ്ട് പല പേരിട്ട് വിളിക്കുന്ന ഹാലുസിനേഷനിലേക്ക് ആരും പോകാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ മുൻജന്മ സുഹൃതം എന്ന് മാത്രമേ പറയാനാവൂ. അതെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു എൻ്റെ ഫോണിൽ. മെസ്സേജ് വന്നു. ആ മെസ്സേജിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ബ്രോ പ്ലീസ് ഹെൽപ്പ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കൺസൾട്ടേഷൻ ഭാഗമായിട്ട് വിളിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം, എൻ്റെ ചക്രാസ് മുഴുവൻ ഓപ്പണായി. ഞാൻ അങ്ങനെ, കാരണം നിരന്തരം കോൾ വരാ ചേട്ടാ, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒന്ന് ഇത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ കൺസൾട്ടേഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു സംസാരിച്ചേക്കാം, ഇപ്പോൾ എന്താ സിറ്റുവേഷൻ നമുക്ക് അറിയില്ലല്ലോ. സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത്, ഓ എൻ്റെ ചക്രാസ് മുഴുവൻ ഓപ്പണായി, ഞാനിപ്പോൾ ഈശ്വരനുമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഞാനിപ്പോൾ എനിക്ക് അവിടുന്ന് ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കുക, കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു 10-20 മിനിറ്റോളം കൊടുത്തു ഇദ്ദേഹം എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറയുന്നത് ശരിയാണ്, പക്ഷേ അത് അദ്ദേഹം പറയുന്നതിൽ എന്ത് ശരിയാണെന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം പറയുന്ന, അദ്ദേഹം കാണുന്ന കാര്യം, അനുഭവിക്കുന്ന കാര്യം എല്ലാം ശരിയാ, പക്ഷേ അത് ഈ പറഞ്ഞ സ്പിരിച്വലായിട്ടുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അദ്ദേഹം പറയുന്നതിനോട് കള്ളമാണെന്ന് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാലൂസിനേഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് ഹാലൂസിനേഷൻ കിട്ടുന്നുള്ള സത്യമാണ്. അതിപ്പോ നമ്മൾ ഒരാൾ നിന്ന് ടച്ച് ചെയ്യുന്നതും ഹാലൂസിനേറ്റ് ആയിരുന്നു ടച്ച് ചെയ്യുന്നത് സെയിം ഫീലിങ്സ് ആണ്. അപ്പൊ പിന്നെ നമുക്ക് അതിനോട് കള്ളമെന്ന് പറയാനില്ല. ഞാൻ ചോദിച്ചു, ശരി നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഭ്രാന്താന്ന് പറയുന്നു. ഞാനിപ്പോൾ കൃത്യമായി കാണുന്നുണ്ട്, ഈ ശിവനെ കണ്ടു, എൻ്റെ ചക്രാസ് മുഴുവൻ ഓപ്പണായി, ഇതിപ്പോൾ ഓപ്പണായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ശരി, ഞാൻ എന്ത് മെഡിറ്റേഷൻ ചെയ്യുന്നത്, മെഡിറ്റേഷൻ്റെ പേരറിയില്ല. ഞാൻ പറഞ്ഞു എവിടെ നിന്നാ ചെയ്യുന്നത് അറിയില്ല, ഏതെങ്കിലും സമ്പ്രദായത്തിൽ നിന്നാണോ ഏതെങ്കിലും പരമ്പരയിൽ നിന്നാണോ അതുമല്ല, പിന്നെന്താ ഇന്റർനാഷണൽ ആളുകൾ വിദേശ രാജ്യത്ത് നിന്ന് ആരോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോനെ ഫോളോ ചെയ്തിരിക്കുന്നത്. ശരി, എത്ര നാളെ ചെയ്തിട്ട്? 22 ദിവസമായി. അയ്യോ, ഇവിടെ നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള കാര്യം പറയാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്, ഇടയിലായി പോകും. ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു തീവ്രതയും നമ്മൾ അനുഭവിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നുള്ള സാധനമാണല്ലോ. ഞാൻ സഹോദര ഒരു കാര്യം മനസ്സിലാക്കുക, ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആയി എന്ന് കരുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു ടോപ്പിലോട്ട് എത്തുക മിനിമം 12 വർഷം കഴിയും. മിനിമം 12 വർഷം. അതിന് മുന്നേ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തണമെങ്കിൽ, പൂർണ്ണതയിലല്ല തുടക്കത്തിൽ എത്തണമെങ്കിൽ, ചക്രാസ് ഓപ്പൺ ആവുക എന്ന് പറയുന്നതിനാണ് തുടക്കം. ആ തുടക്കത്തിലോട്ട് എത്താൻ വേണ്ടിയാണ് 12 വർഷം. അവിടെ നിന്നാണ് ഇനി അടുത്ത സ്പിരിച്വാലിറ്റി, യഥാർത്ഥ സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് വലിയൊരു പ്രോസസ്സാണ്. ഒരുപാട് നാദങ്ങൾ നിരന്തരം കേട്ട്, നാദ ശ്രവണത്തിലൂടെ, വെളിച്ചത്തിലൂടെ, ഇതിലൂടെ എല്ലാം കടന്നുപോയി നിങ്ങൾക്കൊരു വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്രെയിൻ എക്സ്പാൻഷനാണ്. നിങ്ങളുടെ ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യും, നിങ്ങളുടെ ബോധം പരിണമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരും, നിങ്ങളുടെ സംശയങ്ങളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവും. ആദ്യം സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവും. അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ താങ്കൾ ആരാണെന്ന് അറിയില്ല. അത് സ്പിരിച്വാലിറ്റി അല്ല, ഇറ്റ്സ് എ ഹാലൂസിനേഷൻ. പക്ഷെ ഞാൻ ഹാലൂസിനേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആരുമല്ല. ഒന്നെങ്കിൽ എന്നെക്കാളും വളരെ നല്ല ജ്ഞാനമുള്ള നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലുക, അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങളെ അവർ കൃത്യമായി അവരോട് പറയുക. അപ്പോൾ അവർ പറഞ്ഞു തരും ഇതെന്താണ് അവസ്ഥ എന്ന് പറഞ്ഞു തരും. മറ്റൊരു കാര്യം, ഇപ്പോൾ പ്രേക്ഷകരോട് എല്ലാവരും കൂടി പറയുന്നത്, ചില മെഡിറ്റേഷൻസ് കൂടിയ അളവിൽ ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. അത് നിങ്ങൾ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണെന്നൊന്നും വിശ്വസിക്കരുത്. ഒരുപാട് പ്രേക്ഷകർ മാനസികമായി വിഭ്രാന്തി വരുന്ന ചേട്ടൻ അറിയാലോ. നമ്മൾ ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടവശം എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസിനെ ഡയറക്റ്റ് എൻട്രി ചെയ്യുക. ശരിയാ, നമ്മൾ തന്നെ നമ്മുടെ കോൺഷ്യസിനെ കട്ട് ചെയ്തിട്ട് സബ് കോൺഷ്യസിൽ എൻട്രി ചെയ്യുക. ഈ സബ് കോൺഷ്യസിൽ എൻട്രി ചെയ്യുമ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹാലൂസിനേഷനും ചിലപ്പോൾ ഡിപ്രഷനോ ചിലപ്പോൾ ആങ്സൈറ്റി എന്ത് വേണമെങ്കിലും അവിടെ ഡെവലപ്പ് ആവും. അതിന് നമ്മൾ നോർമലായിട്ട് ഇരിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കില്ല, ഭയങ്കര എക്സ്ട്രാ ഒരു 10, 20, 30 മടങ്ങ് കൂടുതലായിരിക്കും ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നതിന്റെ ഇന്റൻസിറ്റി. അപ്പൊ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റൂല. അപ്പോ ഈ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതാണ് ഇതിന്റെ ഒരു കാര്യം, ചേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല,
ഒന്ന് ആളുകളുടെ അടുത്തൊന്ന് കൊണ്ട് കാണിച്ചു നോക്കുക, എന്നിട്ട് ചേട്ടൻ കൺഫേം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ്. കാരണം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് നമ്മളൊരു ഇതാളാണെന്ന് വിചാരിക്കേണ്ട. ഇനി ഞാനൊരു നെഗറ്റീവ് പഠിപ്പിക്കുന്ന അദ്ദേഹം ചിന്തിക്കേണ്ട. ഗുരുക്കന്മാരുടെ എടുത്തിട്ടില്ല, ഗുരുക്കന്മാരുടെ എടുത്തുമ്പോൾ എന്താ പറയാൻ പോണെന്ന് കൃത്യമായിട്ട് അറിയാം. 22 ദിവസത്തെ മെഡിറ്റേഷനിൽ അദ്ദേഹത്തിന് ഇത്രയും കണ്ട് ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ മുന്നോട്ടുള്ള ഭാവി ജീവിതം എന്തായിരിക്കും അദ്ദേഹത്തിന്? ശരി, എന്താ അവസ്ഥയിലായിരിക്കും പോകുന്നത്? ഇനി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു കേസിൻ്റെ അനുഭവം പറയാൻ ചേട്ടാ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി സമയത്ത് ഒരു പെൺകുട്ടിയാണ്. രാത്രി സമയത്ത് പെൺകുട്ടി വരുന്നു, ഭയങ്കര വലിയ ആക്റ്റീവ് അല്ല, ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു പ്രശ്നം, ഒരു എനർജി നോർമൽ അല്ല, എനർജി ഡൗണാണ്. നമുക്ക് എപ്പോഴും നെഗറ്റീവ് എനർജി ഉള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള അനുഭവങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഒന്ന്, ശരീരത്ത് കൂടിയ ആയിട്ടുള്ള നെഗറ്റീവ് എനർജിയുടെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. രണ്ട്, ഒരു എനർജി ഉണ്ടാവില്ല. ഈ രണ്ട് ടൈപ്പ് ആളുകളും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഫോഴ്സുകളുടെ പിടിയിൽ പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ആവശ്യമുള്ള സമയത്ത് മാത്രം വന്നിട്ട് ഈ എനർജിനെ സക്ക് ചെയ്തുകൊണ്ട് പോവാം. അതായത് ഒരു നെഗറ്റീവ് സോളിനോ ഒരു നെഗറ്റീവ് എനർജിക്കോ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ഒരു ഊർജ്ജം ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പലപ്പോഴും ആളുകളുടെ ഒരു തെറ്റുകാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് സോളുകൾ ഒരു യക്ഷിയും ഭൂതം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഉപദ്രവിക്കുക ഒന്നുമല്ല. നമ്മുടെ നിന്ന് ഊർജ്ജം കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരെടുക്കുന്ന പ്രക്രിയ. എങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതിന് അവർ ഏറ്റവും കംഫർട്ടായ, അവർക്ക് ഏറ്റവും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ അവരെ പിക്ക് ചെയ്യും. കൃത്യസമയത്ത് അവർ ഇടവേളകളിൽ വന്ന് ആ ഊർജ്ജം സ്വീകരിച്ചിട്ട് അവർ പോകും. ആ സമയത്ത് ഇവർ ഒന്നുകിൽ ഇവരെ എനർജി ഡൗൺ ആയി പോകും, അല്ലെങ്കിൽ ഇവർ കൂടി ആളുകൾ നെഗറ്റിവിറ്റി ആയി പോകും. ഇതായിരിക്കും പൊതുവെ സംഭവിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നോക്കി കഴിഞ്ഞപ്പോൾ രാത്രി സമയത്ത്, അപ്പോൾ ഈ ചെറിയ പ്രായമുള്ളൂ കൊച്ചിന്. അപ്പോൾ രാത്രി സമയത്ത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞു. അപ്പോൾ രാത്രി സമയത്ത് ഒരു രൂപം കടന്നു വരും, ഒരു ബ്ലാക്ക് രൂപം കടന്നു വരും. വന്നതിന് ശേഷം കൈകൾ രണ്ടും ലോക്കാവും, കാല് രണ്ടും ലോക്കാവും. ലോക്കായതിനു ശേഷം പിന്നെ ഒരു 1-2 മണിക്കൂറത്തേക്ക് അനങ്ങാൻ പറ്റില്ല. സെക്ഷൽ അബ്യൂസാണ്. നമ്മളിത് പറഞ്ഞ എത്ര ആൾക്കാർ വിശ്വസിക്കുക കാര്യം? അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഗന്ധർവ്വൻ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വെർഷനായി പറയുന്നത്.